കർത്താവിന്റെ ദിവസം ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. പ്രൈസവും വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്നുള്ളതാണ്. ആര് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ്? ഏലിയാവും ഏലിശയും കൂടി തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏലിയാവിന്റെ സ്വർഗത്തിലേക്കുള്ള ഹല്ലേലൂയ എടുക്കപ്പെടലാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് പഠിക്കാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ അതിപ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്നത്. ശക്തനായ പ്രാർത്ഥന പോരാളിയാണ്. കർത്താവിന് വേണ്ടി ശക്തിയോടെ ധീരതയോടെ നിന്ന ഒരു വ്യക്തിയാണ്. പ്രൈസലോ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീയിറങ്ങിയ സംഭവമൊക്കെ നമുക്കറിയാം. അത്രമാത്രം ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന ഒരു മകൻ വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്നത്. ഒരു വേദപുസ്തക പഠിതാവിന് ഏലിയാവിനെ നന്നായിട്ട് അറിയാം. ഏലിയാവിനെ കുറിച്ച് സംസാരിക്കുകയും ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യാത്ത ദൈവഭക്തന്മാർ കാണില്ല. കാരണം ഏലിയാവിനെ അത്രമാത്രം മാതൃകയാക്കി അനേകരും തങ്ങളുടെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാണാൻ കഴിയും. പ്രൈസലോ. എന്നാൽ ചിലരെങ്കിലും വിമർശിക്കുന്നവരുണ്ടായിരിക്കും. അവരവിടെ നിൽക്കട്ടെ. ഒരു ഭക്തനെ മാതൃകയാക്കി പോകുന്നവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം ഇസ്രായേലിയുടെ അഗ്നിരഥവും അഗ്നിശുമായ ഏലിയാവിനെ സന്ദർശിപ്പാൻ നാം ഒരുങ്ങുമ്പോൾ കർത്താവിന് വേണ്ടി ഭക്തി തീഷ്ണതയോടെ നിന്ന ശക്തനായ പ്രവാചകനാണ്. പ്രൈസലോ. ഉപയായി ദൈവത്തിനു വേണ്ടി ശക്തിയോടെ തീഷ്ണതയോടെ സമർപ്പണത്തോടെ നിന്ന ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി. അല്ലേ? അവൻ ഭൂമിയിൽ നിന്നും കടന്നുപോയി അനേക നൂറ്റാണ്ടുകളായിട്ട് പോലും അവന്റെ ജീവിത ചരിത്രം ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഭക്തിതീക്ഷ്ണമായ അഗ്നിയെ കൊണ്ടുവരികയാണ്. പ്രൈസലോ. നമുക്ക് ഏലിയാവ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയിട്ട് എത്രയോ കാലങ്ങളായി, എത്രയോ നൂറ്റാണ്ടുകളായി. എന്നിട്ടും ഏലിയാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഏലിയാവിന്റെ ജീവിതത്തെക്കുറിച്ചും അതിന്റെ ശുശ്രൂഷയെക്കുറിച്ചും ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ജീവിത ചരിത്രം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് അഗ്നിയുടെ അഭിഷേകത്തെ കൊണ്ടുവരുന്ന, പ്രാർത്ഥനയുടെ അനുഭവത്തെ കൊണ്ടുവരുന്ന ഒരു ശക്തമായ ഇടപെടല് ഈ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയും. പ്രൈസലോ. അപ്പൊ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീയിറങ്ങിയതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി മകളായി നിൽക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ അവർ മുഴങ്കാലം അടക്കുമ്പോൾ ഹല്ലേലൂയ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീയിറങ്ങിയതുപോലെ ദൈവമക്കളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ദൈവം അയച്ചുകൊണ്ടിരിക്കും. രക്തജയം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട അധികാരത്തിന്റെ അഭിഷേക ശുശ്രൂഷയ്ക്കാണ് ദൈവം ഈ നാളുകളിൽ ദൈവം തന്റെ ദാസന്മാരെ വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ തന്നെ സ്തോത്രം ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തന്മാരായിരിക്കുന്ന പ്രാർത്ഥന പോരാളികളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊരാൾ നിങ്ങളായിരിക്കട്ടെ എന്നുള്ളൊരാഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. രക്തജയം. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഏലിയാവിനെ പോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണം. ഏലിയാവിന്റെ പ്രാർത്ഥന, ഏലിയാവിന്റെ തീക്ഷ്ണത, ഏലിയാവിന്റെ ഭക്തി, ഏലിയാവിന്റെ വിശുദ്ധി, ഏലിയാവിന്റെ സമർപ്പണം കർത്താവ് എന്നിലൊന്ന് നിറച്ച് അവിടുത്തെ സന്നിധിയിൽ മുഴങ്ങാനും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്റെ ഹൃദയത്തിൽ നിറയത്തക്ക നിലയിൽ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സർവകൃപാലുമായിരിക്കുന്ന ദൈവം നിങ്ങളെ അഗ്നിയഭിഷേകത്താൽ നിറയ്ക്കും. രക്തജയം.
അങ്ങനെ അനവധി സംഭവങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഏലിയാവ് മഹത്വപൂർണമായ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. പെട്ടെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനാകുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ഏലിയാവ്. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് തന്നെ താൻ ലോകത്തിൽ വന്ന് പ്രവചനമൊക്കെ നടത്തി, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റപ്പെടുകയും ചെയ്തു. അവൻ എത്രാമത്തെ വയസ്സിലാണ് ആഹാബിന്റെ മുമ്പിൽ ആമീൻ പ്രത്യക്ഷനായതെന്നോ അത് ആഹാബിന്റെ മരണത്തിന്റെ എത്രാമത്തെ വർഷത്തിലാണെന്നോ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ അവൻ എത്രാമത്തെ വയസ്സിലാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്നും വ്യക്തമല്ല. എന്നാൽ അവന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം ഏകദേശം 20 വർഷമാണെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പായി ഏലിയാവും ഏലിശയും കൂടി സുദീർഘമായ ഒരു യാത്ര ചെയ്തു. ഗിൽഗാൽ, ബെഥൽ, യെരിഹോ എന്നീ സ്ഥലങ്ങളിൽ പ്രവാചക പാഠശാലകൾ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രവാചക ശിഷ്യന്മാർ ശമൂവേൽ പ്രവാചകന്റെ കാലത്തെ പ്രവാചകഗണത്തോട് സാദൃശ്യം വഹിക്കുന്നവരാണെന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 10:5 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഈ ഏലിയാവും ഏലിശയും കൂടി ഹല്ലേലൂയ സ്തോത്രം മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലായി പ്രവാചക പാഠശാലകൾ സന്ദർശിച്ച് അവരോട് ഈ യാത്ര പറഞ്ഞു പിരിഞ്ഞു എന്നൊക്കെ അവരെ കുറിച്ച് കാണാൻ കഴിയും. എന്റെ ചരിത്ര ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഓർപ്പിച്ചത്, നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചതാണ്. എന്നാൽ ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് വായിക്കുമ്പോൾ അനേകർ ഏലിയാവിനെ വലിയ ഹല്ലേലൂയ ഒരു സൂപ്പർ മാർക്കറ്റായി കാണുന്നു എന്നൊരു വേദപഠിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ കണ്ടതാണ്. അനേക ആളുകൾ ഏലിയാവിനെ വലിയൊരു സൂപ്പർ മാർക്കറ്റായി കാണുന്നത്. എന്നാൽ വേദപുസ്തകമോ ഏലിയാവിനെ നമ്മെപ്പോലെ കഷ്ടപ്പാടുള്ള മനുഷ്യൻ എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഏലിയാവിനെ കുറിച്ച് അനവധി വലിയ കാര്യങ്ങൾ വിവിധ ഭാഷാന്തരങ്ങളില് വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് പലതും പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവനാണ്. നമ്മെപ്പോലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞവനായിരുന്നു ഏലിയാവ് എന്ന് അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിനവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ച് 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവാനാണ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, നമ്മളുമായിട്ട് യാതൊരു മാറ്റവുമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. നാം ആ ഭാഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിമാനുഷ്യമെന്ന് കരുതുന്ന ഏലിയാവ് എന്തുകൊണ്ടാണ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് ആയിരുന്നെന്ന് പറയുന്നത്? ഇസ്രായേലിലെ മാലിന്റെ 450 പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലുവാൻ ധൈര്യം കാണിച്ച ഏലിയാവ് ഇസ്രായേലിന്റെ ഭീഷണി കേട്ടപ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചൂരച്ചയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തത് കൊണ്ടാണ് നമുക്ക് സമസ്വഭാവമുള്ളവനായി തീർന്നത്. അതാണ് അതിന്റെ കാരണം. നമുക്ക് സമസ്വഭാവമുള്ളവനായി തീരാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. ബാലിന്റെ 450 പ്രവാചകന്മാരെ കൊന്നു, ഇസ്രായേലിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഓടിപ്പോയി ചൂരച്ചുടിയുടെ ചുവട്ടിൽ കിടന്നു മരിക്കാൻ ശ്രമിച്ചു. ഇതാണ് നമുക്ക് സമസ്വഭാവമുള്ളവൻ രേഖപ്പെടുത്താൻ കാരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിനുള്ള വിശ്വാസം അവനെ ഏറ്റവും ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് അസാധ്യമായ കാര്യങ്ങളെ ഏലിയാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സാധ്യമാക്കിയെടുത്തത്. അപ്പൊ അസാധ്യങ്ങളായ പല കാര്യങ്ങളും ഹല്ലേലൂയ ഏലിയാവിന്റെ മുമ്പിൽ സാധ്യമായതിന്റെ കാരണം അവനിൽ പ്രാർത്ഥനയിൽ ശക്തനായിരുന്നു, ദൈവത്തോടുള്ള നടപ്പിൽ ശക്തനായി കൂടി നടപ്പിൽ അവൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അവനെ അശുദ്ധിയിൽ ഏൽപ്പിക്കാതെ, അശുദ്ധി അവന്റെ ജീവിതത്തിൽ വരാതെ ഏലിയാവ് തന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്നു. എപ്പോഴും ദൈവമായി സംസർഗമുള്ളവൻ, ദൈവമായി ബന്ധമുള്ളവൻ, ശക്തനായ പ്രാർത്ഥന പോരാളി. ഇത് തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയത്. പ്രൈസലോ. അസാധ്യമായ കാര്യങ്ങളെ പ്രാർത്ഥനയാൽ നേടിയെടുക്കണം. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി എടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. പ്രാർത്ഥിക്കുന്ന തലമുറയാണ് ദൈവത്തിന് ആവശ്യം.
ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതുപോയത് പ്രാർത്ഥനയാ. മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞു പ്രാർത്ഥന. ചെറിയവര് തൊട്ട് വലിയവർക്ക് പോലും പ്രാർത്ഥിക്കാൻ സമയമില്ല. ലഭിച്ച സമയം മുഴുവൻ ഈ ലോകത്തിന്റെ വശീകരണങ്ങൾക്കൊക്കെ തകപ്പെട്ട പ്രലോഭനങ്ങൾ വീണ് അവരുടെ കൈകളിലുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മൊബൈലിനകത്ത് അവർ അഡിക്റ്റായി മാറി. അതുകൊണ്ട് ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുവാൻ സമയമില്ല. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവിന് പ്രാർത്ഥിക്കുവാൻ സമയമുണ്ടായിരുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ ഏലിയാവിന് സമയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തീയിറക്കിയത്. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവസാന്നിധ്യം വെളിപ്പെടാൻ കാരണം എന്താ? ഏലിയാവിന്റെ വിശുദ്ധി തന്നെയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനം പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നിട്ടും ഒന്നും ഒരു പ്രയോജനമില്ല. കാരണം ജീവിതം വിശുദ്ധമായിരുന്നത് അശുദ്ധിയിലേക്ക് മാറ്റപ്പെട്ടു. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങളുടെ ജീവിതം വിശുദ്ധിയിലേക്ക് മടക്കിക്കൊണ്ടുവരണം. നിങ്ങളുടെ മക്കളെ വിശുദ്ധി ജീവിക്കാൻ പഠിപ്പിക്കണം. പ്രൈസ്. ആദ്യം കുടുംബത്തിന്റെ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ, മാതാവും പിതാവും തങ്ങളുടെ മക്കളെ വിശുദ്ധിയിലേക്ക് നടത്തത്തക്ക നിലയിൽ അവർ വിശുദ്ധ ജീവിതം നയിക്കണം. മാതാപിതാക്കൾ വിശുദ്ധിയുടെ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മക്കൾ അത് കണ്ട് വളരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരെ ആ വിശുദ്ധി പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയും. മാതാപിതാക്കൾ രാത്രിയും പകലും ഒരുപോലെ ഈ ലോകത്തിന്റെ സുഖങ്ങൾ അകപ്പെട്ട പ്രലോഭനങ്ങൾ ഇരുന്ന് ബൈബിൾ എടുത്ത് വായിച്ചിരിക്കുന്ന സമയങ്ങൾ, പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ മൊബൈലും തോണ്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെയാകും. അവസാനം നിങ്ങളുടെ മക്കളും കുടുംബത്തിന്റെ 4 മൂലയ്ക്ക് മാറിയിരുന്ന് അവര് തോണ്ടിയും വരച്ചുകൊണ്ടും കൊണ്ടിരിക്കും. ഇന്ന് ഭവനത്തിനകത്ത് പ്രാർത്ഥനയല്ല ഉള്ളത്, തോണ്ടലും വരയ്ക്കലുക. അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇവര് പൊട്ടിച്ചിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിക്കും. എന്തൊക്കെയോ കൊമ്മാളി വേഷങ്ങൾ കണ്ടിട്ടാ. അതൊന്നും ദൈവമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളല്ല, ലോകവുമായിട്ട് ബന്ധപ്പെട്ട് സാത്താനുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളാണ്. പിശാചിന് മനസ്സിലായി നിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയെ നീക്കിക്കളയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നിന്റെ കയ്യിലൊരു മൊബൈൽ തന്നാൽ മതിയെന്ന്. പ്രൈസറോ. നിന്റെ പ്രാർത്ഥനയെ നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ ആരാധനയെ നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ, നീയും ദൈവമുള്ള സംസർഗം, നീയും ദൈവമുള്ള നടപ്പ്, കൂട്ടായ്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് നിന്നെ ഒരു ലോക മനുഷ്യനാക്കി എടുക്കുവാൻ ലോക മനുഷ്യനാക്കി എടുക്കുവാൻ പിശാചിനെ മനസ്സിലാക്കി. പിശാചക്കാരി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിന്നെ കണ്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് ഓടത്തക്ക നിലയിൽ മറ്റു മനുഷ്യർ ചെയ്യുന്ന പോലെ തന്നെ നിന്നെയും കണ്ടും ഒരു നല്ല മൊബൈൽ വാങ്ങിപ്പിച്ചു. പണമില്ലെങ്കിലുള്ള പണമൊക്കെ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ പിശാച് പറഞ്ഞു തരും. അങ്ങനെ പിശാചിന്റെ വാക്ക് കേട്ട് നീയും അത് വാങ്ങി ഇന്ന് നീയും അതും തോണ്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മൊബൈലൊക്കെ നമുക്ക് ആവശ്യം, പക്ഷെ നിങ്ങളുടെ ആശയവിനിമയങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ ആശയവിനിമയങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലതാ. അല്ല നിങ്ങൾ അതുമായിട്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര പരാജയമാണ്. നമുക്ക് റോഡൊക്കെ കടന്നു പോകുമ്പോൾ കാണത്തില്ല, വണ്ടി വന്നാലും എത്ര വലിയ ഹെവി വണ്ടി വന്നാലും ഈ മൊബൈൽ വിളിച്ചു പോകുന്ന സഹോദരന്മാർ റോഡിന്റെ സൈഡ് പോലും മാറത്തില്ല. അവരാ റോഡിന്റെ നടുവിലൂടെ അല്ലെങ്കിൽ സൈഡിലൂടെ വാഹനം ഓടിന്റെ പാതയിലൂടെ ഈ സാധനവും ചെവിയിൽ വെച്ചുകൊണ്ട് അങ്ങ് സംസാരിച്ചു പോവുകയാണ്. എത്രയോ വാഹനങ്ങളാണ് പിന്നിൽ കൂടെ ഓണടിച്ച് വന്നിട്ട് മാറാതെ ഈ വാഹനത്തിന് മുമ്പിൽ പലരും അപകടത്തിൽപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന സ്വഭാവം, നിന്നെ പിശാച് നടത്താൻ നീ അനുവദിച്ചു കൊടുക്കരുത്. നിനക്കൊരു ജീവിത വിശുദ്ധി തന്നിട്ടുണ്ട്, നിനക്കൊരു ജീവിതത്തിന്റെ ഒരു സ്വഭാവം ക്രമീകരണം ദൈവം തന്നിട്ടുണ്ട്. അത് വിട്ട് നീ എങ്ങോട്ടും പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഏലിയാവിനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഏലിയാവിനെ പോലെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളതെന്ന് പറയുമ്പോൾ ഏലിയാവിന് മൊബൈൽ കൊണ്ടില്ലായിരുന്നു ഓർത്തണം, നമുക്കതുള്ളത്. സ്തോത്രം. നിന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കും, കർത്താവ് വരുന്ന സമയത്ത് നീ തോണ്ടിക്കൊണ്ടിരിക്കും. കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് ആമി ചേർക്കും. നിങ്ങൾ ഇവിടെ തള്ളപ്പെട്ടു പോകും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരിക്കണം. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്ന പോലെ ഈ കാലഘട്ടത്തിലും അന്ധകാരത്തിന്റെ ശക്തികൾ വളർന്നു, അന്ധകാരങ്ങൾ ഭൂമിയിൽ പെരുകി തുടങ്ങി. സാത്താനി ആരാധനകൾ, സാത്താനി ശക്തികൾ, സാത്താനെ തന്ത്രങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ദുർഭൂത ആരാധനകൾ, ദുർഭൂത ശക്തികൾ, ദുർമന്ത്രവാദങ്ങൾ, ദുർശക്തികൾ ദേശത്തെങ്ങും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ ഏതു വിധത്തിലും തകർക്കുന്ന പൈശാചികമായ കോട്ടകൾ, സാത്താനി കോട്ടകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു.
തലമുറയെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പാപ സ്വഭാവങ്ങൾ വർദ്ധിക്കുന്നു. കുടുംബങ്ങളെ തകർക്കുന്ന, കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കുന്ന അനുഭവങ്ങൾ ഓരോ ദിനങ്ങളും വെളിപ്പെടുന്നതിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിക്കെതിരെ നീ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പ്രൈസലോ, നീ പ്രാർത്ഥിച്ച നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മറ്റുള്ളവർ പ്രാർത്ഥിക്കട്ടെ, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മാറുന്ന ചിലരുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചാൽ മതി, അമ്മ യോഗത്തിന് പോയാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് മൊബൈൽ തോണ്ടിക്കോളാം എന്ന് പറയുന്ന മക്കളുണ്ട്. പലരും ഇന്ന് അങ്ങനെയാ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്നോളാം എന്ന് പറയുന്ന അനവധി കാപട്യ വിശ്വാസികളുണ്ട്, കപടം നിറഞ്ഞ വിശ്വാസികൾ. അല്ലേരിയ, നിങ്ങൾ ഏരിയാവിനെ കണ്ടു പഠിക്കണം കേട്ടോ, രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് പറയുമ്പോൾ ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ളവനാണെന്ന് ദൈവവചനം പറയുക. എന്നാൽ അവൻ ശക്തമായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ പ്രാർത്ഥന ജീവിതവും കർത്താവിനെ കുറിച്ചുള്ള ആത്മീയ തീക്ഷ്ണതയും കർത്താവിന് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യും വിധം പ്രേരിപ്പിച്ച് ഏലിയാവ് എന്നതിന് യഹോവ എന്റെ ദൈവം എന്നർത്ഥമാണ്. അവനിങ്ങനെ അല്ലെങ്കിൽ സ്തോത്രം, അവൻ ശക്തനായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു, കർത്താവിന് വേണ്ടി നിൽക്കുന്നവനായി തീക്ഷ്ണതയുള്ളവനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയ കാര്യങ്ങളിൽ വളരെ ശക്തിയോടെ നിന്നു മഹത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് അവന്റെ ഉള്ളിൽ വളരെ പ്രേരണയുണ്ടായിരുന്നു. ഏലിയാവിന്റെ ഉള്ളില് കർത്താവിന് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഞാൻ പറയും, ഏലിയാവ് എന്ന വാക്കിന് യഹോവ എന്റെ ദൈവം എന്നർത്ഥമാണ്. അല്ലേ, അവൻ ഗിലെയാദിലെ തിസ്ബി എന്ന നാട്ടിലാണ് ജനിച്ചത്. ആഹാബ്, അഹസ്യാവ് എന്നീ ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലത്താണ് അവൻ പ്രവചിച്ചത്. രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം തൊട്ട് നമുക്ക് ഏലിയാവിനെ കാണാൻ കഴിയുന്നത്. ചില അധ്യായങ്ങളിൽ മാത്രമേ ഏലിയാവ് ഉള്ളെങ്കിലും ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയാണ്, പ്രാർത്ഥന അനുഭവമാണ്. ഹല്ലേലൂയ. അത് ദേശത്ത് പല രാജാക്കന്മാരും, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ആഹാബിനെ പോലെ അഹസ്യാവിനെ പോലെ പല രാജാക്കന്മാരും തല ഉയർത്തി വന്ന് ദേശത്തെ അധാർമ്മികതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പാപത്തിലേക്ക് നയിക്കുമ്പോൾ, അതിന്റെ നടുവിൽ ഏലിയാവിനെ പോലെ ശക്തമായി പ്രവചിക്കുന്ന പ്രവചന ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവമുള്ള ദാസന്മാരെയാണ്, തലമുറയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ മുമ്പിൽ ശക്തമായി നിന്ന് ദൈവിക ദൂതുകൾ, ആലോചനകൾ വിളിച്ചു പറയുന്ന ശക്തന്മാരെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനായി ദൈവം ചിലരെയൊക്കെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം ചിലരെയൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട്. രക്തം ചെയ്യും. പ്രൈസ്. എല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുക. ഏലിയാവിന്റെ മേലുള്ള അഭിഷേകത്തെ, ഏലിയാവിന്റെ മേലുള്ള ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. നിങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്നുപോലെ ആഹാബും അഹസ്യാവിനെ പോലുള്ള രാജാക്കന്മാർ ദേശത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്ധകാരത്തിന്റെ ശക്തികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അതിനെതിരെ ശക്തമായി പ്രാർത്ഥനയോടെ പോരാടുവാൻ ഏലിയാവിന്റെ മേൽ ദൈവം ഹല്ലേലൂയ അയച്ച അതേ ആത്മാവിനെ തന്നെ ദൈവം നിങ്ങളുടെ മേൽ അയക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ ആത്മശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഗ്നിയുടെ അഭിഷേകത്തെ ദൈവം നിന്നിൽ പകർന്നിട്ട് ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയത്തക്ക നിലയിൽ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ അതിനുവേണ്ടി ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ സ്തോത്രം, ദൈവാത്മാവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. പ്രൈസ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ വെറുതെ ഒരു വിശ്വാസിയായി മാത്രം വിളിച്ചതല്ല. കേവലം ഒരു വിശ്വാസിയായി നീ സഭയ്ക്കകത്ത് ഒതുങ്ങിപ്പോകാൻ, ഭവനത്തിനകത്ത് ഒതുങ്ങിപ്പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. നിന്നിൽ വലിയ ദൗത്യമുണ്ട്, നിന്നിൽ വലിയ ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്, ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അത് നിന്നിലൂടെ ചെയ്തെടുപ്പാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ആത്മീയമായ ശക്തമായ അനുഭവത്തിലൂടെ നിന്നെ ദൈവിക വചനത്തിന്റെ അനുഭവത്തിൽ നിറച്ച് ശക്തമായ വെളിപ്പാടുകളും ദർശനങ്ങളും ആലോചനകളും ദൈവിക ദൂതുകളും ദൈവത്തിന്റെ നാവിൽ പകർന്നിട്ട് ശക്തമായി വിടുതലിന്റെ ശുശ്രൂഷ നിന്നിലൂടെ ചെയ്തെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന മേഖലകളിൽ, നീ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, നീ കടന്നിരുന്ന ഭവനങ്ങളിൽ, ആലയങ്ങളിൽ
നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിനകത്ത് ദൈവിക അധികാരം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവിക അധികാരം ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതിനകത്ത് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടുന്ന ആവശ്യമായ സന്ദേശങ്ങൾ നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തും. അതിനുവേണ്ടി ദൈവം നിന്നെ ഒരുക്കിയെടുക്കുമ്പോൾ ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ആത്മസമർപ്പണത്തോടെ നീ നേർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്തോത്രം. ഏലിയാവിന്റെ ദൈവം നിന്റെ ദൈവമായി നിന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നീ മൗനമായി ഇരിക്കുവാനല്ല ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചത്. സ്തോത്രം. ചിലരൊക്കെ പറയും മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് മൗനമായി ഇരുന്നാൽ മതി. പ്രവർത്തിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, ആരാധിക്കേണ്ട, സഭയിൽ പോകേണ്ട, ശുശ്രൂഷയുടെ ഭാഗമൊന്നുമായി തീരണ്ട, മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന പലരുമുണ്ട്. അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ വചനം എന്താണെന്ന് വായിച്ചിട്ട് ആ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ ഇത് വായിച്ചിട്ട് നിങ്ങളെ വാക്കിയെടുത്ത് സംസാരിക്കുക, അല്ലാതെ ചുമ്മാതെ നിങ്ങൾ മൗനമായി ഇരിക്കാനല്ല ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. പ്രൈസോ. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, നിന്റെ മേലുള്ള അഭിഷേകം വലുതാണ്. പ്രൈസോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മേലുള്ള അഭിഷേകം വലുതാണ്. നിന്റെ മേലുള്ള അഭിഷേകത്തെ ദൈവം തന്നതാണ്. സ്തോത്രം. അത് സ്വർഗത്തിൽ നീ പ്രാപിച്ചതാണ്. പിതാവായി ദൈവം നിന്നിൽ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പകർന്നതാണ്. യേശുക്രിസ്തു നിനക്ക് വാഗ്ദത്തം ചെയ്ത അതാണ് നിന്റെ മേലുള്ള അഭിഷേകം. ഹല്ലേലൂയ. അതിനെ നീ നഷ്ടമാക്കി കളയരുത്. രക്തം ചെയ്യും. പ്രൈസോ. അതുകൊണ്ട് ഏലിയാവിനെ പോലും നിങ്ങൾ ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കണം. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും തളർന്നു പോകാതെ ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടണം. രക്തം ചെയ്യാം. നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ സ്തോത്രം കാണുന്നുണ്ട്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മരിച്ചുപോയ കുട്ടിയെ ജീവിപ്പിക്കുന്ന ഏലിയാവിന്റെ പ്രാർത്ഥന. പ്രൈസ് ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷയാണ്. വിധവയുടെ മകൻ മരിച്ചുപോയി. ആ വിവരം ഏലിയാവിനെ അറിയിക്കുക. ഏലിയാവ് ആ മകനെ ജീവിപ്പിക്കുന്ന ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചാൽ ഹല്ലേലൂയ, നിങ്ങളും പറയണം, കർത്താവേ, ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ വിധവയുടെ മരിച്ചുപോയ മകനെ ജീവൻ മടക്കിയെടുക്കുവാൻ, ജീവൻ കൊടുക്കുവാൻ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നിലൂടെ ആ പ്രവൃത്തി വെളിപ്പെടും. ഏലിയാവിന്റെ കാലം വിധവയുടെ മകൻ മരിച്ചുപോയെങ്കിൽ ഇന്ന് അനവധി ആളുകൾ പാപത്തിൽ വീണ് കിടക്കുന്ന, പാപത്തിൽ മരിച്ചു കിടക്കുന്നു. മദ്യപാനത്തിലും വെറുപ്പത്തിലും ദുർനടപ്പിലും അശുദ്ധിയിലും ദുഷ്കാമത്തിലും പരസംഗത്തിലും അഭിചാര മന്ത്രവാദ ക്രിയകളിൽ ഒക്കെ മനുഷ്യനകപ്പെട്ട് പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തെ ആ പാപത്തിൽ നിന്ന് അവനെ ജീവിപ്പിക്കുവാൻ, അവന് ആത്മീയ ജീവൻ കൊടുക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ ഏലിയാവുമാരെ പോലെ എടുത്തിരിക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ സഹോദര സഹോദരി, പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തിന് ആത്മീയജീവൻ കൊടുക്കുവാൻ, പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തിന് ആത്മീയ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുകയാണ്. മരിച്ചുപോയ ഒരു ബാലനെ കർത്താവിന്റെ ശക്തിയാൽ ജീവനോടെ ഉയർപ്പിക്കുവാൻ സാധിക്കുമെന്ന് ആദ്യമായി ലോകത്തിന് വെളിപ്പെടുത്തി കാണിച്ചവൻ ഏലിയാവ് തന്നെയാണ്. മരിച്ചുപോയൊരു വ്യക്തിയെ യഹോവയായ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് ആദ്യമായി വെളിപ്പെടുത്തിയത് ഏലിയാവാണ്. അത് തന്നെയാണ് പുതിയ നിയമസഭയുടെ ശുശ്രൂഷ. അത് തന്നെയാണ് പുതിയ നിയമസഭയിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ മകനെ കർത്താവിന്റെ ശക്തിയാൽ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് ഏലിയാവിലൂടെ വെളിപ്പെടുത്തിയതുപോലെ ദൈവം നമ്മൾക്കും വെളിപ്പെടുത്തി. പാപത്തിൽ മരിച്ചുപോയ മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ അവനെ ആത്മീയ ജീവൻ കൊടുത്ത് ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ ശുശ്രൂഷയാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. രക്തം ചെയ്യും. ആ ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം കേട്ടോ.
കർത്താവിന് വേണ്ടി നമ്മുടെ കർത്താവിന് ഭയങ്കര സന്തോഷമാകും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് വേണ്ടി ഏലിയാവിനെ പോലെ തീഷ്ണതയോടെ നിന്നാൽ കർത്താവ് നിന്റെ കുടുംബത്തെ അങ്ങ് മാനിക്കും. സ്തോത്രം. നിന്റെ കുടുംബത്തെയും ദൈവം മാനിച്ചു ഉയർത്തും. നിന്റെ പരാജയങ്ങളെ ദൈവം മാറ്റും. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജീവിതങ്ങളെ ആത്മീയമായി നീ ജീവിപ്പിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിലേക്ക് നീ മടക്കിക്കൊണ്ടുവരുമ്പോൾ, അവർക്ക് ആത്മീയ ജീവൻ കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. നിന്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിന്റെ തലമുറയിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ്. അപ്പം ലോകത്തിനാദി മരിച്ചുപോയ വ്യക്തിയെ ഉയർപ്പിക്കാമെന്ന് വെളിപ്പെടുത്തി കൊടുത്തവൻ ഏലിയാവും. ഹല്ലേലൂയ. അപ്പൊ സാരാഫാത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ഏലിയാവ് ഇപ്രകാരം ശക്തമായി പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ. അപ്പൊ നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തെ കണ്ടിട്ട് നിങ്ങൾ പറയണം, കർത്താവി, ഈ കുട്ടിയുടെ ജീവൻ മടങ്ങി വരണമെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ കർത്താവി, ഈ ജനം പാപം വിട്ട് മടങ്ങി വരടനായി ഇവരുടെ ആത്മജീവൻ പ്രാപിക്കണമെന്ന് കേരളത്തിലെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കേരളത്തിലെ ഏകദേശം 3,46,00,000 ജനം പാപത്തിൽ വീണ് കിടക്കുക, തലമുറകളടക്കം. എന്തിനേറെ അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെ വന്ന് പെരുകി, മദ്യപാനം പെരുകി, മയക്കുമരുന്ന് പെരുകി, വെറുക്കൂത്തുകൾ പെരുകി, സകല അശുദ്ധിയും കേരളത്തിൽ പെരുകിക്കഴിഞ്ഞ അശുദ്ധിയുടെ ഉറവിടമായി മാറി കേരളം. സാത്താനി ആരാധനകൾ വർദ്ധിച്ചു. പിശാച് ദേശത്ത് മുഴുവൻ നെടുകയും കുറുകയും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ജനത്തെ പാപത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തെ ആത്മീയ ജീവൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ ദൈവം തന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇന്ത്യ രാജ്യത്തെ നിങ്ങൾ ഓർത്ത് നോക്ക്. ഇന്ത്യയുടെ ഈ 29 സംസ്ഥാനങ്ങളിൽ 7 കേന്ദ്രപ്രദേശം 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾക്കകത്ത് പാപത്തിൽ മരിച്ചു കിടക്കുന്ന 140 കോടിയോളം വരുന്ന ജനങ്ങൾ, 140 കോടിയിലധികം വരുന്ന ജനങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുക. അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് അവരെ ജീവനുള്ളവരായിട്ട് തോന്നും, മനുഷ്യനായിട്ട് തോന്നും. പക്ഷേ അവൻ പാപത്തിൽ മരിച്ച് ദൈവമായി യാതൊരു ബന്ധവുമില്ല, ദൈവമായി കൂട്ടായ്മയില്ല, സംസർഗമില്ലാതെ സാത്താന്റെ ആധിപത്യത്തിൽ, സാത്താന്റെ അധീനത്തിൽ വീണ് ഈ ലോകമോഹങ്ങൾക്ക് അധീനായി അവന്റെ മരണാനന്തരം നിത്യമായി നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ജനം. ഹല്ലേലൂയ. ആ മനുഷ്യന് പാപബോധം വരുത്തിക്കൊടുത്ത് ആത്മജീവൻ കൊടുത്ത് ഭാരതത്തെ സുവിശേഷീകരിക്കുക, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക, ആത്മീയ ജീവൻ ജനത്തിന് നൽകിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എത്ര ചെയ്യും? എതിർക്കുന്നവർ ഒരുപാട് പേര് കാണും. പക്ഷെ നീ അവരെതിർത്തുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട. നിന്റെ വെള്ള അഭിഷേകത്തിന്റെ വില നീ മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയുടെ ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. തെക്കേ അമേരിക്കയായാലും വടക്കേ അമേരിക്ക, യൂറോപ്പിനായാലും ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങളായിരുന്നാലും 800 കോടിയധികം ജനം പാപത്തിൽ മരിച്ചു കിടക്കുന്നു. പാപത്തിൽ വീണവർ മരിച്ചു കിടക്കുന്നു. ആത്മീയജീവൻ പകരുവാൻ വേണ്ടി ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്നപോലെ ദൈവം ഈ കാലഘട്ടത്തിൽ അനവധി ഏലിയാവുമാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഇന്നത്തെ ജനത്തിന് മേൽ പകർന്ന്, അഗ്നിയുടെ അഭിഷേകത്തെ പകർന്ന് പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തിന് ആത്മജീവൻ കൊടുക്കാൻ വേണ്ടി ദൈവം തന്റെ ദാസന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. രക്തം ചെയ്യും. അതാണ് ദൈവദാസന്മാർ ചെയ്യുന്ന ശുശ്രൂഷ കേട്ടോ. അതിനെ ചെല്ലും മതപരിവർത്തനം എന്ന് പറയും. മതപരിവർത്തനമല്ല, ഇത് മനസ്സിന്റെ പരിവർത്തനമാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്ന സകല ജനത്തിനും ആത്മജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ സഭയെ ഇവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. ദൈവം തന്റെ സഭയ്ക്ക് രൂപം കൊടുത്തത്. അപ്പൊ നിങ്ങൾ ദൈവസഭ സ്ഥാപിച്ചു ഒരു മതം സ്ഥാപിക്കൊന്നും അല്ല ചെയ്തത്. ദൈവം ഒരു കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനം ഇട്ടുകൊടുത്തു. ആ കൂട്ടായ്മയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവർ ജീവന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏലിയാവിനെ പോലെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവൻ മടങ്ങി വരുമാറാകട്ടെ. കർത്താവ് ഏലിയാവിന്റെ പ്രാർത്ഥന ശബ്ദം കേട്ടു. മരിച്ചവൻ ജീവനോടെ എഴുന്നേറ്റു എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 17:22 വായിച്ചു. സ്തോത്രം. ഈ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ വിധേയ ശുശ്രൂഷയാണ് നടന്നത്. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചതുപോലെ യേശു കർത്താവിന്റെ കാലഘട്ടത്തിലും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും അതേ ശുശ്രൂഷ നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിതമാണ്. ഏലിയാവിനെ അരികെ വെച്ച ഏലിശ സൂര്യൻകാരത്തിയുടെ മകനെ ജീവനോട് ഉയർപ്പിച്ചുവെന്നും യേശു യായിറോസിന്റെ മകൾ
നയിലെ വിധവയുടെ മകൾ അല്ലെങ്കിൽ ലാസർ എന്നീ 3 പേരെ ജീവനോട് ഉയർപ്പിച്ചതായിട്ട് വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനം ജീവൻ കൊടുക്കുന്നതാ. ദൈവത്തിന്റെ വചനം ജീവനാണോ? അത് പാപത്തിൽ മരിച്ചു കിടക്കുന്നവന്, ആത്മീയമായി മരിച്ചു കിടക്കുന്നവന് ജീവൻ കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അത് ഏലിയാവിലൂടെ ഏലിശയിലൂടെ കർത്താവായ യേശുവിലൂടെ നടന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിന്നിലൂടെ ദൈവം അത് ചെയ്തെടുപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ ഏലിയാവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതാ. പക്ഷെ ഏലിയാവിനെ കുറിച്ച് സന്ദേശം പറഞ്ഞതുകൊണ്ടോ, ഏലിയാവിന്റെ സന്ദേശം നമ്മൾ പഠിച്ചതുകൊണ്ടോ, അതിനകത്ത് ദൂതുകൾ പഠിച്ച് കാണാതെ പറഞ്ഞതുകൊണ്ടോ കാര്യമായില്ല. ഏലിയാവിന്റെ ശുശ്രൂഷ നിന്നിൽ വെളിപ്പെടണം. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവിക അഭിഷേകം ഇറങ്ങിയപോലെ, ദൈവിക അഗ്നി ഇറങ്ങിയതുപോലെ നിന്റെ കൂടിവരവിനകത്തും നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ആരാധനയ്ക്കകത്തും സ്വർഗീയ അഗ്നി ഇറങ്ങി വന്ന് തലമുറയെ ആത്മാവിൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അത് ആത്മാവിനെ തലമുറയെ നിറയ്ക്കണം. ഇന്നത്തെ ജനത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലാണ് നിറയ്ക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ദൈവം നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നേ. നീ ലോകമോഹങ്ങളാൽ നിന്നെ നിറച്ചു വെച്ചിരിക്കുക. ലോകത്തിന്റെ ഇമ്പങ്ങളും ലോകസുഖങ്ങളിലാലും നീ നിറയപ്പെട്ട് നിൽക്കുക. ഹല്ലേലൂയ. നിറഞ്ഞിരിക്കുന്നവന് വിശപ്പില്ലെന്ന് പറഞ്ഞതുപോലെ നീ ലോകപരമായ സുഖലോലുപങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. അതിൽ നീ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവം നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട് കർത്താവിനെ വേണ്ടി ഏലിയാവിനെ പോലെ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. ആകാശത്തിൽ നിന്നും ആദ്യമായി അഗ്നി ഇറക്കിയവൻ ഈ ഏലിയാവ് തന്നെയാണ്. യഹോവ തന്റെ ജീവനുള്ള ദൈവം എന്ന് ഇസ്രായേലിന് മുമ്പായി നിരൂപിച്ചുകൊണ്ട് ബാലിനെയും വിഗ്രഹങ്ങളെ നശിപ്പിക്കുവാനുമായി തീക്ഷ്ണതയോടെ നിന്നവൻ. ഇവൻ ശക്തമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ സ്വർഗം അംഗീകരിച്ചു. അഗ്നി യാഗപീഠത്തിന്മേൽ വന്നിറങ്ങി സകല ജനങ്ങളും യഹോവ തന്നെ ദൈവമെന്ന് ആർത്തുകൊണ്ട് യഹോവയിലേക്ക് തിരിഞ്ഞു. മാൽപ്രവാചകന്മാർ മുഴുവൻ വെട്ടേറ്റ് മരിച്ചുവെന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് നിങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 18-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 36 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കൂടെ കാണാൻ കഴിയും. ഞാൻ ഭാഗം കൂടെ വായിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 36 തൊട്ട് വായിക്കുമ്പോൾ, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായി യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെടുമാറാകട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമള്ളണമേ, നീ തന്നെ ദൈവം. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമള്ളണമേ എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന ദൈവം അങ്ങ് അംഗീകരിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിന് ഇഷ്ടമായി, ദൈവത്തിന് പ്രസാദമായി ഏലിയാവിന്റെ പ്രാർത്ഥന. ദൈവം എന്താണ് ചെയ്തത്? ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദഹിപ്പിച്ചു. ഹല്ലേലൂയ. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ടു വീണ് യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെന്താണ് സംഭവിച്ചു? ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തൊട്ടിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് അവരെ വെട്ടിക്കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ശക്തി എത്ര മഹത്വമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ തീയെ ഇറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാലങ്ങളായി നീ ഹല്ലേലൂയ ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നീ കാത്തിരിക്കുന്നു. ഒരിക്കലും നിനക്കത് പ്രാപിക്കാൻ കഴിയാതെ, അഗ്നിയുടെ അഭിഷേകം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, അഗ്നിയുടെ അഭിഷേകം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇന്ന് നീ ജഡത്തിൽ വസിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഹൃദയത്തെ ഏകാഗ്രതയോടെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, വിശുദ്ധിയോടെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിന്നെ നിറച്ചേരിയാവിനെ പോലെ ദൈവം ഇന്ന് ആളുകളിൽ ശക്തമായി നിന്നെ ഉപയോഗിക്കും. പാപത്തിൽ മരിച്ചു കിടക്കുന്ന അനേക ആളുകൾക്ക് നീ ആത്മീയ ജീവൻ കൊടുത്ത് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ശക്തമായ ശുശ്രൂഷയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ പ്രിയ സഹോദര സഹോദരി? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്.
നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ലോകക്കാർക്ക് വേണ്ടിയല്ല നീ പ്രയോജനപ്പെടേണ്ടത്, കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജ്യത്തെ രാഷ്ട്രീയക്കാർ നിന്നെ ഉപയോഗിക്കുന്നത് നിന്നെ കൊണ്ട് മുതലെടുക്കാനാ. ഇവിടുത്തെ മതങ്ങൾ നിന്നെ ഉപയോഗിക്കുന്നത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ സംഘടനകൾ, ഇവിടുത്തെ വ്യക്തികളൊക്കെ നിന്നെ ഉപയോഗിക്കുന്നത് നിന്നെ കൊണ്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തിന് ആത്മജീവൻ കൊടുത്ത് അവനെ ദൈവിക രാജ്യത്തിന് അവകാശിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. അതിനാണ് ഏലിയാവിന്റെ ആത്മാവിനെ ദൈവം നിനക്ക് തരുന്നത്. ഏലിയാവിന്റെ ദൈവമായി കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. അതിൽ ഏലിയാവിന്റെ മേൽ പകർന്ന അതേ അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ദൈവം ഇന്ന് പകൽ അത് നിന്റെ മേൽ പകരുക തന്നെ ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹം വേണം കേട്ടോ, ആഗ്രഹം. രക്തം ചെയ്യണം. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മരണം കാണാത്ത വിധം എടുത്തുകൊള്ളപ്പെട്ടവർ 2 പേരാണ്. പഴയ നിയമത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ടവർ 2 പേരാ. ഒരുവൻ ഹാനോക്ക്, മറ്റൊരു ഏലിയാവ്. ഏലിയാവിന്റെ ശുശ്രൂഷ അന്ത്യനാളിൽ തന്റെ ശിഷ്യനായ ഏലിശയോട് സംസാരിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അഗ്നിരഥവും അദൃശ്യങ്ങളും വന്നവരെ തമ്മിൽ വേർതിരിച്ചു. ആത്മരഥം കാണുവാൻ എത്ര ഭയങ്കരമായിരിക്കും, എത്ര ആനന്ദമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏലിയാവും ഏലിശയും കൂടെ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന അഗ്നിരഥവും അദൃശ്യങ്ങളും, സ്തോത്രം, അത് കാണുവാൻ എത്ര മനോഹരമായി കാണും, എത്ര മനോഹരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവിനെയും ഏലിശയും കൂടെ തമ്മിൽ വേർതിരിച്ചു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ അഗ്നിരഥവും അദൃശ്യങ്ങളും വന്ന് ഏലിയാവിനെ ഏലിശയും കൂടെ തമ്മിൽ വേർതിരിച്ചുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം നിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ ദൈവം ലോകത്തിൽ നിന്ന് വേർതിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതം എത്ര മനോഹരമായിരിക്കും, എത്ര ആനന്ദകരമായിരിക്കും, എത്ര സന്തോഷകരമായിരിക്കും. ഹല്ലേലൂയ. അതെ, അതിനു വേണ്ടിയിട്ട് നീ ഒരുങ്ങണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഉപയോഗിക്കണമെന്ന് ഈ ആഗ്രഹത്തോടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും, രക്തം ചെയ്യും. അതെ, ഇന്നത്തെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരാണ്, വേദനയാണ്, ദുഃഖമാണ്. ഒരു കുടുംബത്തിന് സമാധാനമില്ല. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകൾ കൊണ്ട് നിറയപ്പെട്ട ഈ സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മേൽ പകർന്നിരിക്കുന്ന വലിയൊരു അഭിഷേകമുണ്ട്. ശ്രോതാവേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിയെ, നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തി കളയാതെ ഏലിയാവിനെ പോലും ഉണർന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ പോലെ നീ ശക്തമായി ദൈവത്തിന്റെ തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ കൂടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നിലൂടെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്റെ കഴിവുകേടല്ല ദൈവത്തിന്, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ യോഗ്യത, നിന്റെ പാരമ്പര്യ പണം ഒന്നും അല്ല ദൈവത്തിന് ആവശ്യം. നീ എത്ര കഴിവുകെട്ടവനായിരുന്നാലും, എത്ര ബലഹീനനായിരുന്നാലും ഏലിയാവിന്റെ ദൈവം നിന്റെ ദൈവമായി നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ നാവുകൾക്കകത്ത് അധികാരമുള്ള, നിന്റെ ജീവിതത്തിൽ അധികാരമുള്ള, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അധികാരം ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ബലഹീനനെന്ന് നിന്റെ പലരും പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു വിശാലത നൽകാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശക്തമായ ചില വിടുതലുകൾ ദൈവം നിന്നോട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത് ശക്തമായ അഭിഷേകം വന്നു കഴിയുമ്പോൾ, ദൈവസാന്നിധ്യം വന്നു കഴിയുമ്പോൾ അതിന്റെ കുടുംബത്തിൽ തന്നെ മാറ്റമാകും. നിന്റെ പരാജയങ്ങളെ മുഴുവൻ ദൈവം നീക്കിത്തരും. നിന്റെ പ്രതിസന്ധികളെ മുഴുവൻ ദൈവം നീക്കും. ഇന്നലകളിൽ നീ കണ്ട എല്ലാ പ്രതിസന്ധികളും മാറും. നമ്മൾ പഴയ നിയമത്തിൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ലെന്ന് ദൈവത്തിന് പറയുന്ന പോലെ അഭിഷേകം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ ഇന്നലകളിൽ നീ അനുഭവിച്ച സകല കഷ്ടപ്പാടുകളും മാറി, സകല ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി നിന്റെ ജീവിതം പുതിയൊരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ നീ അതിനു വേണ്ടി തയ്യാറാണോ? സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, സ്തോത്രം.
അപ്പൊ ഏലിയാവും ഏലിശയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അദ്ഭുതവും അദൃശ്യങ്ങളും വന്നവരെ തമ്മിൽ വേർപിരിച്ച മനോഹരമായ കാഴ്ച എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങളെ പരിശുദ്ധാത്മാവ് വേർതിരിച്ച് അഭിഷേകത്തെ നിറയപ്പെട്ട് ലോകത്ത് നിങ്ങളെ വേർതിരിക്കുമ്പോൾ അതിന്റെ കാഴ്ച, അതിന്റെ സൗന്ദര്യം എത്ര മനോഹരമായിരിക്കും നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവോ ഭയന്നു വിറച്ചില്ല. അഗ്നിരഥത്തെ നോക്കി നടന്നുപോയി. ആ അഗ്നി വേദനിപ്പിക്കുന്ന അഗ്നിയല്ല, അത് ആഗ്രഹിക്കത്തക്ക അഗ്നിയാണ്. അപ്പൊ അഗ്നിരഥവും അദൃശ്യങ്ങളും കണ്ട് ഏലിയാവ് ഒരിക്കലും ഭയപ്പെട്ടു പോയില്ല, ഭയപ്പെട്ടില്ല, ഭീരുവായില്ല. താൻ അതിനെ കണ്ട് മുന്നോട്ട് നടന്നു. അത് ഏലിയാവിനെ വേദനിപ്പിക്കുന്ന അഗ്നിയായിരുന്നില്ല. അല്ലെങ്കിൽ തനിക്ക് ആഗ്രഹിക്കത്തക്ക അഗ്നിയായിരുന്നു അത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. പുതിയ നിയമസഭയ്ക്ക് അത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. അത് ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മെ വേദനിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് നമുക്ക് സങ്കടം തരുന്നതല്ല. അത് നമ്മളുടെ ഹൃദയത്തിനകത്ത് ആനന്ദം നൽകുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകം എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലേരി. ഏലിയാവ് അതും അദൃശ്യങ്ങളും കണ്ട് മുന്നോട്ട് നടന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ മേൽ പകർന്നു നിൽക്കുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞ് നീ മുന്നോട്ട് യാത്ര ചെയ്യണം. ശുശ്രൂഷ നീ വിശാലമായി മാറണം കേട്ടോ. രക്തം ചെയ്യണം. അതെ, കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് ഒരു അഗ്നിജാലയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ അഭിഷേകം ചെയ്ത് ഒരു അഗ്നിജാലയാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ആഹാവും അഗസ്യാവും ഒക്കെ രാജാവായിരിക്കുമ്പോൾ നടന്ന അഹങ്കാരം നിറഞ്ഞ ആ വാഴ്ചയുടെ നടുവിലെ പോലെ ഈ കാലഘട്ടത്തിലും അനവധി ആഹാവുമാരും അഗസ്യാവുമാരും ദേശത്തെ, രാജ്യത്തെ, രാഷ്ട്രങ്ങളിൽ എഴുന്നേറ്റ് അധികാരം കൈയാളുന്നുണ്ട്. അതിന്റെ നടുവില് ദൈവം നിന്നെ ഏലിയാവിനെ പോലെ മാനിക്കാൻ പോകുക, ഏലിയാവിനെ പോലെ ഉയർത്താൻ പോവുക. തീക്ഷ്ണതയോടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ ദൈവം നിന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിജാലയാക്കി മാറ്റാൻ പോവുകയാണ്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും. മാലാഖി പ്രവാചകൻ പോലും രേഖപ്പെടുത്തി വെച്ചു. മാലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: ഏലിയ പ്രവാചകന്റെ ആഗമനം യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കുന്നതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുമെന്ന്. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സമയമില്ല. ഹല്ലേലൂയ. അത് ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. നാം വായിച്ച വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം, അല്ലെങ്കിൽ 2-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. എന്താണ്? അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അദൃശ്യങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഇവിടെ നമ്മൾ ചിന്തിച്ചത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് നീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവും ഏലിശയും സംസാരിച്ചു കൊണ്ടിരുന്ന പോലെ നീയും നിന്റെ സുഹൃത്തും, നീ നിന്റെ കൂടെയുള്ളവരും, നീ നിന്റെ ഭാര്യയും, നീ നിന്റെ മക്കളും, നീ നിന്റെ സഹപ്രവർത്തനം സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവഹിതമായതും ദൈവത്തിന് ഇഷ്ടമായതും ദൈവത്തിന് പ്രസാദമായതും മാത്രമാണ് അവിടെ സംസാരിക്കുന്നെങ്കിൽ ഏലിയാവിന്റെ പ്രാർത്ഥന നടുവിൽ ഇറങ്ങി വന്ന അതേ സാന്നിധ്യം തന്നെ, ദൈവ സാന്നിധ്യം നിന്റെ പ്രാർത്ഥന നടുവിൽ ഇറങ്ങി വരും. അതുകൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അത്യരഥവും അദൃശ്യങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചതുപോലെ ഹല്ലേലൂയ നിങ്ങൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലേക്ക് ഇറങ്ങി വന്ന് ലോകക്കാരിൽ നിന്നെ വേർതിരിച്ച് ഹല്ലേലൂയ നിനക്ക് ശക്തമായ ഒരു ശുശ്രൂഷ ദൈവം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പകൽ ആരെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അകന്നു പോയി മാറി നിന്ന് ഒരാത്മാവിന്റെ ശുശ്രൂഷയില്ലാതെ ഇന്നും പാപത്തിൽ മരിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയും: കർത്താവേ, ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവമായി, ഏലിയാവിനെ ഉപയോഗിച്ച ദൈവം എന്നെ ഉപയോഗിച്ച്, ഏലിയാവിന്റെ മേൽ പകർന്ന അഭിഷേകത്തെ എന്റെ മേലും പകർന്ന്, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവമേ, ഈ കാലഘട്ടത്തിൽ ആത്മീയുടെ അഭിഷേകത്തെ എന്നിൽ പകർന്ന് എന്നെ ശക്തമായി ഉപയോഗിക്കണമേ. പാപം കൊണ്ട് നിറയപ്പെട്ട് ഭൂമി മുഴുവൻ നശിച്ചുകൊണ്ട് ജനം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കല്ലിൽ അനേകർക്ക് ആത്മജീവൻ പകർന്നു കൊടുക്കുവാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യും.
കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും അവിടുത്തെ ആത്മാവ് നിറച്ച് അഗ്നിയുടെ അഭിഷേകം പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഏലിയാവിനെ പോലെ ശക്തമായി പാപത്തിൽ മരിച്ചു കിടക്കുന്ന വലിയൊരു കൂട്ടം ജനത്തിന് ആത്മജീവൻ പകർന്നു കൊടുക്കുവാൻ ഈ കർത്താവ് ഞങ്ങളുടെ ദാസ്യദാസന്മാരെ ശക്തമായി ഉപയോഗിക്കണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വാർത്തകത്തിലും അനുവൃത്തി രസന യാചർ ഓർഫനേജ് ചോളുടെ ജീവിത തടവറയിലായിരിക്കുന്നവർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്നവരെ, കേരളത്തിലെ കർത്താവ് മൂന്നൈവൊക്കെ കൂടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളെ, ലോകരാജ്യങ്ങളിൽ കർത്താവ് 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. കർത്താവ് കരയിന് കടലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്ന സകല ജനത്തെയും, അത് വാഹന നിർമ്മാതാക്കൾ സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവ് കടൽവര വാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കനികളിൽ, കമ്പനികൾ, ഫാക്ടറികളിൽ മത്സ്യബന്ധരായിരിക്കുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക് മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഡ്രൈവേഴ്സിനെ കർത്താവ് സ്തോത്രം. കർത്താവ് സഹകരണ പൊതുമേഖലയിലും അലരിയ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖലയില്, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗം, ചരിത്രമാക്കിയ മീഡിയ, മതപ്രതിപക്ഷ പാർട്ടികളെ, എല്ലാ ജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യത്തിനും മയക്കും പൻസരകരും അടിമപ്പെട്ടവർ, തകർന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ, പാപത്തിൽ മരിച്ചു കിടക്കുന്നവർ, എല്ലാ മാനസാന്തരം, സകല അസന്മാർഗീയ സാത്താന്യ ബന്ധനങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർ, പാരമ്പര്യമായ ശക്തിയിലും പാരമ്പര്യ രോഗങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർ, വിവിധ രോഗത്തിന് അടിമകളായിരിക്കുന്നവർ, മരണത്തിലായിരിക്കുന്നവർ, ജന്മന വൈകല്യമുള്ള എല്ലാവരും മടങ്ങി വന്ന് ആത്മീയ പുതുജീവൻ പ്രാപിക്കാൻ ജനത്തെ ഒരുക്കണം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, പഠിക്കുന്നവരെ, കഷ്ടതയിലൂടെ കടന്നു വിസ നഷ്ടപ്പെട്ട നാട്ടിൽ കടന്നിലൂടെ സാധ്യത കിട്ടാതെ ഭാരപ്പെടും മരണാനത്തിൽ വേദന അനുഭവിക്കുന്നവർ, ചിലറിയിലായിരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവ് വിദേശ രാജ്യത്ത് പോയി കഷ്ടം അനുഭവിച്ച സൗകര്യമാണ്. എല്ലാവരും വീണ്ടും വിടുതലയിക്കണമേ പ്രാർത്ഥിക്കണം. വാർദ്ധക്യ സഹജമായ സമയം ഭാരപ്പെടുന്നവരെ, തലമുറകളേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാപത്തിന്റെ ആ കാഠിന്യത്തിൽ ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ലോകം മുഴുവൻ കർത്താവ് അന്ധകാരശക്തികൾ അധികാരം കൈയാളുമ്പോൾ നിലവില് ഏരിയാവിനെ പോലെ ദൈവം ചിലരെ അഭിഷേകം ചെയ്ത് കാലഘട്ടം ശക്തമായി ഉപയോഗിപ്പാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം കൊടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.